2 ദിവസമായിട്ട് നമ്മൾ കണ്ടൊരു വാർത്തയാണ്. 13 വയസ്സുകാരിയുടെ മൊഴിയിൽ അല്ലെങ്കിൽ പരാതിയിൽ പോക്സോ കേസ് എടുത്തിരിക്കുന്നു. എന്നാൽ ഇന്നലെ നടത്തിയ വൈദ്യ പരിശോധനയിൽ തന്നെ പീഡിപ്പിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ ഈ പോക്സോ കേസിനൊക്കെ നമുക്കറിയാം, പരാതി കൊടുത്താൽ ആ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഓൺ ദ സ്പോട്ടിൽ തന്നെയാണ് അറസ്റ്റ് ചെയ്യുക. ഈ ഒരു നിയമത്തെ ചൂഷണം ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാല് ഈ ന്യൂസ് കേട്ടപ്പോ ഒരു 13 വയസ്സായ ഒരു കുട്ടിയാണ് ഇത്തരത്തിലൊരു കാര്യം നടത്തിയിട്ട് തന്റെ കൂട്ടുകാരനെ എന്തോ ബ്രേക്കപ്പിന്റെ കാര്യം പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ആ ഒരു പ്രശ്നം ഉണ്ടായത്. ആ കുട്ടിയുടെ ചിന്താഗതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ 13 വയസ്സുള്ള കുട്ടി എന്ന് പറയുമ്പോൾ ഞാനൊക്കെ ആ സമയത്ത് എന്തെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ എണീക്കുന്ന, സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ആ ഒരു പരിപാടിയാണ്. പക്ഷെ ഇന്നത്തെ കുട്ടികളുടെ ചിന്താഗതിയെ മാറ്റിമറിക്കുന്ന കാര്യങ്ങളാണ് പലതും നടക്കുന്നത്. സമൂഹത്തില് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഇത്തരത്തിലുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം ആ ഒരു കുട്ടി ഇത്തരത്തില് ബ്രേക്കപ്പ് എന്തോ ഇഷ്യൂ ഉണ്ടായി. എനിക്ക് കറക്റ്റായിട്ട് സംഭവം അറിയില്ല. ആ കുട്ടി ഇപ്പൊ 13 വയസ്സിലെ പെൺകുട്ടി ആ ഒരു ചെറുക്കനെ പ്രപ്പോസ് ചെയ്തപ്പോ ആ ചെക്കൻ റിജക്ട് ചെയ്തു. അതൊക്കെ സ്വാഭാവികമാണ്. ഒരുപാട് റിജക്ഷൻ ഒക്കെ മിക്കവർക്കും കിട്ടിയിട്ടുണ്ടാകും. റിജക്ട് ചെയ്തു. ആ റിജക്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവനെ ടാർഗറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ആ എത്ര സഹപാഠികളാണ് നമുക്ക് അറിയത്തില്ല, അത്രയും പേര് ഈ കുട്ടീനെ പീഡിപ്പിച്ചു എന്നാണ് പറഞ്ഞിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കോ, പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടികളുടെ ഫോട്ടോ എങ്ങാനും പുറത്ത് വിട്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? അപ്പൊ ഇപ്പോ ഇതൊരു ഉദാഹരണം മാത്രമാണ്. അപ്പൊ ഇതിന് മുന്നേയുള്ള പല പോക്സോ കേസുകളും ആഴത്തിലൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാകുമല്ല. അതിന്റെ വികൃതമായിട്ടുള്ള ചിത്രമല്ലേ പുറത്തേക്ക് വരുന്നത്. അതായത് സ്ത്രീകളുടെ പരാതിയിൽ മാത്രം അല്ലെങ്കിൽ പെൺകുട്ടികളുടെ പരാതിയിൽ മാത്രം എടുത്തുകൊണ്ട് കേട്ട പാതി കേൾക്കാത്ത പാതി നിയമത്തിന് മുന്നിലേക്ക് അവരെ വലിച്ചിഴിച്ചിട്ടാൽ അത് ഏറ്റവും വലിയ തെറ്റാണെന്നല്ലേ ഇപ്പൊ വരിക. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇതുപോലെ തന്നെ സംഭവം നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ പറയുന്നത് ഇപ്പൊ നമ്മള് ഈ ഗ്രീഷ്മയുടെ കാര്യം തന്നെയാണെങ്കിലും അത് നമുക്കറിയാം എന്തുകൊണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വരുന്ന റീൽസ് ആയിക്കോട്ടെ, ഓരോ കണ്ടന്റുകളായിക്കോട്ടെ, സമൂഹത്തിന് നല്ലതും നൽകുന്ന കണ്ടന്റുകളുണ്ട്, അതേപോലെ തന്നെ നെഗറ്റീവായിട്ട് ചിന്തിപ്പിക്കുന്ന ഒത്തിരി കണ്ടന്റുകൾ നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു സംഭവമാണ് ഇപ്പൊ നടന്നിരിക്കുന്നതും. ഈ 13 വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ ചിന്തയിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം വന്നു കഴിയുമ്പോൾ എവിടുന്ന് ആ കുട്ടിക്ക് ആ ഒരു ചിന്ത കിട്ടി? ഇപ്പൊ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണ്. ഇപ്പൊ ഈ പേരൻസിന്റെ കാര്യം പറഞ്ഞാല് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ കുട്ടികൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാണുന്നത് എന്നുള്ളത് അവര് നോക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കണ്ണെത്തുന്ന ദൂരത്തിൽ. അതെ. ഇപ്പൊ പറയുമ്പോ 13 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഫോൺ സ്വന്തമായിട്ട് കൊടുക്കുന്നവരുണ്ട്, കൊടുക്കാത്തവരുണ്ട്. പക്ഷെ ഈ കുട്ടിയുടെ കാര്യം എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഫോൺ നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്? നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് തന്നെ കുറെ സംഭവങ്ങള് ഇപ്പൊ പലതരത്തിലുള്ള റീൽസ് കണ്ടിട്ട് അതേപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്ന കുറെ കുട്ടികളുണ്ട്. അതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇപ്പൊ കൊച്ചു നോക്കുമ്പോ എന്താണ് പലരും ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ പീഡന കേസ് കൊടുക്കുന്നു, അങ്ങനത്തെ കേസ് കൊടുക്കുന്നു, ആളെ പിടിച്ച് ജയിലിലിടുന്നു. അതേപോലെ തന്നെ കൊച്ചൊന്ന് ഇറക്കി നോക്കി, അത് അങ്ങ് സെറ്റ് ആയില്ല. ഇനിയിപ്പോ എന്താവുക കുട്ടികളുടെ അവസ്ഥ എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഇപ്പൊ ഈ കുട്ടി ആരാന്നുള്ളത് ഇപ്പൊ വെളിപ്പെട്ടിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരാതി കൊടുത്ത ഈ കുട്ടി, പരാതിക്കാരും കുറ്റവാളികളും ഇത് സത്യമാണെന്നുണ്ടെങ്കിൽ മാത്രം ഇവരെ ഫോട്ടോ ഒന്നും പുറത്തു വിടണ്ട. അത് കഴിഞ്ഞിട്ട് ഇത് ഫേക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ പരാതിക്കാരിയെ കുട്ടിയുടെ ഫോട്ടോ എങ്കിലും പുറത്ത് അറ്റ്ലീസ്റ്റ് വിടേണ്ടത് ഒരു കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോ ഒരു കുഞ്ഞിന്റെ ജീവിതമാണ്. അത് എന്തോ ബോധമില്ലാതെ എന്തെങ്കിലും ചെയ്തു. പക്ഷേ ഫോട്ടോ വിടുക എന്ന് പറഞ്ഞാൽ നമ്മളെ പോലുള്ളതല്ല, മറ്റു പല മാധ്യമങ്ങളും അതൊരു ഒരു ലോട്ടറി ആയിട്ട് കാണുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും. അതെ, അവരുടെ പേരിൽ എന്തെങ്കിലും ഇങ്ങനെ വന്നു കഴിഞ്ഞാല് എന്തെങ്കിലും കർശനമായിട്ടുള്ള നിയമ നടപടി തന്നെ എടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അതേപോലെ തന്നെ ഇത് വെറും ഒരു 13 വയസ്സുകാരുടെ മാത്രം ചിന്താഗതിയായിട്ട് തോന്നുന്നുണ്ടോ? ഇപ്പോ മാധ്യമങ്ങൾ തന്നെ സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. ഇതിന്റെ പുറകില് ആരെങ്കിലും ഉണ്ടോ? ഈ നിർബന്ധിച്ച് ഈ പരാതി കൊടുത്തതാണോ എന്നുള്ള വല്ലോ ടാർഗറ്റഡ് ആയിട്ട് അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടോ? കേട്ടിട്ട് ചിത്രം തന്നെയാണ്, കാര്യമാണ്. പക്ഷെ അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ ചിന്തിച്ചിട്ടില്ല. എന്തായിരിക്കും കാരണം. എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയ കണ്ടിട്ട് അതേപോലെ ടാർഗറ്റ് ചെയ്ത് ഇപ്പൊ നമുക്ക് റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവൻ എങ്ങനെ കൊല്ലാം, അങ്ങനെയുള്ള പരിപാടിയാണ് നോക്കുന്നത്. അതിലേതെങ്കിലും ഒന്ന് പയറ്റി നോക്കിയതായിരിക്കാം എന്നാണ് സാധ്യത. റിജക്ഷൻ മാത്രം കുഴപ്പമില്ല, അതിനൊപ്പം തന്നെ ഇപ്പൊ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചത് ഇപ്പൊ ഗ്രീഷ്മയുടെ കേസ് കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, ഷാരോണിനെ ഒഴിവാക്കണം, നീ പോവാൻ വേണ്ടിട്ട് പോകുന്നില്ല, വിട്ടിട്ട് പോകുന്നില്ല. അവനാണെങ്കിൽ അത്രമേൽ ആത്മാർത്ഥമായിട്ട് ഒഴിയാപാത പോലെ ഇവളുടെ കൂടെ കൂടി
അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ കുടിക്കുന്ന ജ്യൂസിൽ പോലും അവൾ ആ കഷായം കലക്കി, കഷായ ഗ്രീഷ്മ എന്നുള്ള പേര് കേട്ടത് അങ്ങനെയാണല്ലോ. എന്നിട്ട് അവളുടെ ഒരു കോൺഫിഡൻസ് ഉണ്ട്, 10-30 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങും, ഞാൻ ഇതുപോലെ തന്നെ മാന്യമായിട്ട് ജീവിക്കുന്നുള്ളത്. ഇപ്പോഴും മാന്യമായിട്ട് തന്നെയാണ് ജയിലിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത്. അതെ. അപ്പൊ ഇതെല്ലാം നിയമത്തെ വെല്ലുവിളിക്കുകയല്ലേ ശരിക്കും? തീർച്ചയായിട്ടും. ഇനിയിപ്പോ ഇതേപോലത്തെ വേറെ കേസ് വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നിയമം എങ്ങനെയാണ്. ഇപ്പൊ ജയിലിൽ പോയാലും ഇപ്പൊ തന്നെ നമ്മുടെ ഗോവിന്ദചാമിയുടെ കാര്യം തന്നെ ആയിക്കോട്ടെ, അതുപോലെ പലരുടെയും ഇവിടെ നിന്ന് എങ്ങനെയാണോ കയറി പോയത് അതേപോലെയല്ല തിരിച്ചു വരുന്നത്. അതെ, അത്യാവശ്യം നല്ല സിനിമ വരുന്നത്. ചിലപ്പോ അങ്ങനെയൊക്കെ ഉൾക്കൊണ്ടിട്ടായിരിക്കാം അവിടെയൊക്കെ നല്ല ഫുഡാണ് കിട്ടുന്നത്. അതൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ പുറത്ത് നിൽക്കുന്നേക്കാളും ഭേദം അതിന്റെ ഉള്ളിൽ പോയി കിടക്കുകയാണെങ്കിൽ അത്രയും ആരുടെയും ഒരു ശല്യം ഇല്ല, എന്തെങ്കിലും നല്ല ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് വരാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കാം. പിന്നെ മാത്രമല്ല മറ്റേ ഒരു വയസ്സായ ഒരു അപ്പൂപ്പന്റെ ഇതേപോലെ ഒരു ഇഷ്യൂ ഉണ്ടായതല്ലേ. അതായത് ആ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നതിനെ പറ്റി കുട്ടി വാച്ച്മാനായിട്ട് ജോലി ചെയ്തിരുന്ന ഒരു അപ്പൂപ്പൻ, തന്റെ അപ്പൂപ്പൻ അവളുടെ പ്രായമുണ്ട്, ഒരു ആൺകുട്ടിയോട് സംസാരിച്ച് നിന്നു. അത് ആ അപ്പൂപ്പന്റെ കണ്ണിൽ തെറ്റായിട്ട് തോന്നാന്ന് പറഞ്ഞിട്ട് ആ അപ്പൂപ്പൻ ആ കുട്ടീനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു. പോക്സോ കേസാണ്. മുൻവിധികളൊന്നുമില്ലാതെ അപ്പൂപ്പനെ തൂക്കി അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ഇട്ടു. 100 ദിവസം എങ്ങാണ്ടോ അദ്ദേഹം ജയിലിൽ കിടന്നു. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നതെന്നാ ഈ കുട്ടി പേടിച്ചിട്ട് ഞാനൊന്ന് പറഞ്ഞതാന്നുള്ള മൊഴി മാറ്റി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അപ്പൂപ്പൻ പുറലോകം കണ്ടത്. ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് ഇപ്പൊ ഈ കുട്ടിയെ പരിശോധിച്ചപ്പോഴാണ് അറിഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളത്. എന്തുകൊണ്ട് നേരത്തെ അവര് ആ കേസിൽ ചെക്ക് ചെയ്തില്ല? അപ്പൊ അത് പരിശോധിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതാണ് നമുക്കറിയാൻ പാടില്ലാത്തത്. ഇതിപ്പോ പരിശോധിച്ചുകൊണ്ട് മാത്രം തെളിഞ്ഞു ഇങ്ങനെ ചെയ്തിട്ടില്ല. ആ കുട്ടികൾക്ക് കുറച്ചെങ്കിലും നല്ല ഭാവി ഇനി ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ദൈവാധീനം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒറ്റ കാര്യയോട് മാത്രം തെളിഞ്ഞ കേസാണ്. അപ്പൊ ഇതേ സംഭവം തന്നെ ആ ഒരു കേസിൽ വന്നപ്പോഴത്തേക്കും, അതും ഈ കേരളത്തിൽ തന്നെ നടന്ന ആ സംഭവം. അപ്പൊ ഇതൊന്ന് പരിശോധിച്ച് നോക്കാതെയാണോ? ഇപ്പൊ ഞാൻ ഒരിക്കൽ നാളെ കുഞ്ഞായിരിക്കുമ്പോൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ആ ഒരു വാക്കിന്റെ പുറത്ത് മാത്രം ഒരാളെ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ പ്രതിയാക്കുന്നതല്ലല്ലോ നമ്മുടെ നിയമം. ചിലപ്പോ ഇപ്പൊ ഇതൊരു പാഠമാണ്. ഇപ്പൊ പ്രതികാരം ഇങ്ങനെയും ചെയ്യാം എന്നുള്ളൊരു പാഠമാണ്. പണ്ടൊക്കെ ആണുങ്ങൾ മാത്രമായിരുന്നു പ്രതികാരദാഹികൾ. ഇപ്പൊ പെൺകുട്ടികൾ പ്രതികാരദാഹികളായിട്ട് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ക്രിമിനൽ ആണ്. ഈ കുഞ്ഞുനാളിലെ ഈ ക്രിമിനൽ മൈൻഡ് സെറ്റ് വന്നേക്കണാണ്. ചിലപ്പം നമുക്കറിയാൻ പറ്റില്ല ഇതിപ്പോ ഈ കുട്ടിയുടെ കൂട്ടുകാരും ഇതേ സ്വഭാവമുള്ളവരാണോ, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഫാമിലി ഇങ്ങനത്തെ മൈൻഡ് സെറ്റഡ് ആണോ, സൈക്കോപാത്സ് ആണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാം. ഇനി അങ്ങനെ കിട്ടിയത്, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ കുറച്ചും കൂടി ആഴത്തിൽ നോക്കി ഈ കുട്ടി കാണുന്ന സിനിമാസും അതേപോലെ ഫോളോ ചെയ്യുന്ന യൂട്യൂബ് ചാനൽസും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ ഈ കുട്ടിയുടെ ഭാവി മനസ്സിലാക്കാം. സ്വന്തമായിട്ട് ഫോൺ ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ മനസ്സിലാക്കാം. എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ചുറ്റും ഇതുപോലെയുള്ള കുട്ടികളും അതേപോലെ വളർന്നു വരുന്ന പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ ഉണ്ടെന്നുള്ളതിന് തെളിവ് തന്നെയാണ്. ഇപ്പൊ ഏറെക്കുറെ ഗാർഹിക പീഡനം ഇതേപോലെ ഫേക്ക് കംപ്ലൈന്റ് ഒരുപാട് കൊടുത്തിട്ട് കടുത്ത ശിക്ഷയായിരുന്നു ആദ്യമൊക്കെ പെട്ടെന്ന്, അതായത് പരാതി കൊടുത്തതിന് ക്വിക്കായിരുന്നു ആക്ഷൻ. ഇപ്പൊ അതങ്ങ് മാറി. കാരണം കൊടുത്ത പരാതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടാണ് ആക്ഷൻ എടുക്കത്തുള്ളൂ. അതേപോലെ ഒരു സജഷൻ നമ്മുടെ പോക്സോ കേസിലും വരേണ്ടതാണ്. അല്ലെങ്കിൽ നാളെ ആരെങ്കിലും ഒരാൾ കംപ്ലൈന്റ് കൊടുത്തു, ചിലപ്പോ ഇതേപോലെ പ്രതികാരദാഹികളായിരിക്കാം, ചിലപ്പോ ഒന്നും അറിഞ്ഞിട്ടാവില്ല ചെറുക്കൻ കംപ്ലൈന്റ് കൊടുത്തു, ആരെ വേണമെങ്കിൽ പെടുത്താവുന്ന ഒരു നിയമം ആകരുതല്ലോ. ഇപ്പൊ നമ്മളെ തന്നെ പറഞ്ഞ 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരവധി പോലും ശിക്ഷിക്കപ്പെടരുന്നാണ് നമ്മുടെ നിയമത്തിന്റെ പര്യായം തന്നെ. അപ്പൊ ആ ഒരു പര്യായത്തെ തന്നെ കളിയാക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ കേരളത്തിലെ ആണെങ്കിലും ഇന്ത്യയിലെ ആണെങ്കിലും പെണ്ണുങ്ങളും സ്ത്രീകളും ആണുങ്ങളും കുട്ടികളും എല്ലാവരും ചെയ്തു കഴിഞ്ഞ തെറ്റ് തന്നെയാണ്. ഇനി ഇങ്ങനെ ഒരു നിയമം പോക്സോ കേസിൽ കുറച്ച് മാറ്റം കൂടി വരുത്തേണ്ടിയിരിക്കുന്നു. പക്ഷെ അത് പറയാൻ നമുക്ക് അധികാരമില്ല. പക്ഷെ നമുക്ക് സജഷൻ മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഇനി ആരാണെങ്കിലും ഇങ്ങനെ ഒരു ഇരയാവാതിരിക്കട്ടെ. അതെ, നമുക്ക് പ്രാർത്ഥിക്കാം.